നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തോടെ നേരിട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ. തോൽവി വിലയിരുത്തലുകളും അന്വേഷണങ്ങളും ഒക്കെ ഒരു വഴിക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ CPM-ൻ്റെയും CPI-യുടെയും നേതൃയോഗങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലാണല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വിലയിരുത്തലുകളും യോഗങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കും. മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമാണ്. 2 കേസുകളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. രാഹുൽ പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധ്യതയില്ല എന്ന് കേൾക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമുണ്ട്. കൂടുതൽ ഉന്നതരുടെ പങ്ക് അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് SIT. സ്വർണ്ണക്കൊള്ള പാർലമെൻറ്റിൽ സജീവമാക്കാനാണ് UDF MP-മാരുടെ തീരുമാനം. ഇന്നിപ്പോൾ പാർലമെൻറ്റ് കവാടത്തിന് മുന്നിൽ MP-മാർ ധർണ നടത്താൻ പോവുകയാണ്. അവർ ആവശ്യപ്പെടുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കൂ എന്നാണ് ആവശ്യപ്പെടുന്നത്. മെസ്സി ഡൽഹിയിലുണ്ട്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അങ്ങനെ ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ്. എല്ലാ വാർത്തകളും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.